ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമായ ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലേ? ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ ജീവിതത്തിന്റെ സത്ത തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ്. നാളെ ഇത് നടക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്കിത് കിട്ടും എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നു കിട്ടാറുണ്ടോ? പലപ്പോഴും ഇല്ല എന്നതാണ് സത്യം. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കും, അതിനുവേണ്ടി കഷ്ടപ്പെടും, പ്രാർത്ഥിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു തടസ്സം വരും. കയ്യെത്തും ദൂരത്ത് അത് നഷ്ടപ്പെട്ടു പോകും. എത്ര തവണ നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടാകും. എത്ര തവണ ഇനിയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ഏത് ആഗ്രഹവും അത് എത്ര വലിയ കാര്യമായിക്കൊള്ളട്ടെ, അത് നടക്കാൻ, അത് സഫലമാകാൻ സഹായിക്കുന്ന വളരെ ശക്തിയുള്ള ഉഗ്രമായ ഒരു വഴിപാടിനെ കുറിച്ചാണ്. ഒരുപക്ഷെ ഇന്ന് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതും നിങ്ങളിത് ഇപ്പോൾ കേൾക്കുന്നതും ഈശ്വര നിമിത്തം എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം നമ്മൾ വല്ലാതെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഈശ്വരൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴിയായിരിക്കും ഇത്. ഈ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടിയിട്ടുണ്ട് എന്നത് അനുഭവസാക്ഷ്യമാണ്. വളരെ സത്യമുള്ള, വളരെ ശക്തിയുള്ള ഒരു വഴിപാടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വഴിപാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് സാക്ഷാൽ മഹാദേവന്, ആ പരമശിവന് സമർപ്പിക്കുന്നതാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സകല പ്രപഞ്ചത്തിന്റെയും നാഥനാണ്. സകല ഗ്രഹങ്ങളുടെയും, സകല നക്ഷത്രങ്ങളുടെയും, സകല ചരാചരങ്ങളുടെയും പിതാവാണ് ശിവൻ. ഈ ലോകത്തിന്റെ മുഴുവൻ വിധി മാറ്റി എഴുതാൻ കഴിവുള്ള ഒരേയൊരു ദേവനാണ് അദ്ദേഹം. നമ്മൾ ജാതകം നോക്കുമ്പോൾ പറയും, നിനക്കിത് വിധിച്ചിട്ടില്ല, നിനക്കിത് നടക്കില്ല, നിന്റെ സമയം മോശമാണ് എന്നൊക്കെ. ലോകം മുഴുവൻ ഒരുപക്ഷെ വിധിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കത് കിട്ടില്ല എന്ന്. എന്നാൽ ആ വിധിയെപ്പോലും തിരുത്തി എഴുതാൻ, ലലാടലിഖിതം പോലും മാറ്റിമറിക്കാൻ ഈ ലോകത്തൊരാൾക്ക് കഴിയുമെങ്കിൽ അത് സാക്ഷാൽ മഹാദേവനാണ്, പരമേശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന വെറുതെയാകില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ വഴിപാട്? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ വഴിപാട് ചെയ്യേണ്ടത് 2 തിങ്കളാഴ്ചകളിലായിട്ടാണ്. ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ല, 2 ആഴ്ച എടുക്കും. 2 തിങ്കളാഴ്ചകളിലായിട്ട് വേണം ഈ വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കാൻ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ പൂർണ്ണ ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ വേണം ഈ വഴിപാട് ചെയ്യാൻ. ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ വലിയ മഹാക്ഷേത്രങ്ങൾ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള, നിങ്ങൾക്ക് പോകാൻ സൗകര്യമുള്ള, ചെറുതായാലും വലുതായാലും കേരളത്തിലെ ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഞാൻ ഈ പറയാൻ പോകുന്ന പൂജകൾ നടക്കാറുണ്ട്. ഈ വഴിപാട് ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഇതിനായി ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ മാനസികമായി ഒന്ന് തയ്യാറെടുക്കണം. വീട്ടിൽ വിളക്ക് തെളിയിച്ച് എല്ലാ ശുദ്ധിയോടും കൂടി ഒന്ന് പ്രാർത്ഥിക്കുക. ശിവനെ പ്രാർത്ഥിക്കുക. വലിയ മന്ത്രങ്ങളൊന്നും വേണ്ട. ഓം നമഃശിവായ എന്ന് മാത്രം ജപിക്കുക. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ എന്നിങ്ങനെ ഒരു 3 തവണ ചൊല്ലി ശിവനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആ സ്വപ്നം ഭഗവാനോട് പറയുക. ഭഗവാനെ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണിത്. ഒരുപക്ഷെ ഞാൻ ഇന്ന് ജീവിക്കുന്നത് തന്നെ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ്. എനിക്കിത് സാധിച്ചു തരണേ. ഈ ലോകം മുഴുവൻ എനിക്കെതിരാണെങ്കിലും ഭഗവാൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിത് നടന്നു കിട്ടും എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് കണ്ണുനീരോടെ ഉള്ളിൽ തട്ടി ഒന്ന് ഭഗവാനോട് പറയുക. ഇനി ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 തിങ്കളാഴ്ചകളിലായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഈ 2 തിങ്കളാഴ്ചയും വ്രതം നിന്നുകൊണ്ട് വേണം ഈ വഴിപാട് ചെയ്യാനായിട്ട്. വ്രതം എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട. വളരെ ലളിതമായ വ്രതമാണ്. നിങ്ങൾ തിങ്കളാഴ്ചയാണ് വഴിപാട് ചെയ്യുന്നതെങ്കിൽ തലേ ദിവസം, അതായത് ഞായറാഴ്ച ഉച്ചയോടുകൂടി നമ്മൾ വ്രതത്തിലേക്ക് പ്രവേശിക്കണം. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായി സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് വെച്ച് വ്രതം തുടങ്ങാം. വിളക്ക് കൊളുത്തി ഓം നമഃശിവായ ജപിച്ച് പ്രാർത്ഥിക്കുക. വ്രതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കണം. ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പറ്റുമെങ്കിൽ അരിയാഹാരം ഒഴിവാക്കാം. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ലഘുവായ കഞ്ഞി പോലെയുള്ള ഭക്ഷണമാകാം. ഏറ്റവും പ്രധാനം മനസ്സ് ശുദ്ധമായിരിക്കുക എന്നതാണ്. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും ഓം നമഃശിവായ ജപിച്ചുകൊണ്ട് ഭഗവത് ചിന്തയിൽ മുഴുകി വേണം ഇരിക്കാൻ. ഇനി 1ാമത്തെ തിങ്കളാഴ്ച എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. തിങ്കളാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കയ്യിൽ ഒരു കാര്യം കൂടി കരുതണം. 1ാമത്തെ ആഴ്ച പോകുമ്പോൾ കയ്യിൽ ഒരു ഇളനീർ, അതായത് കരിക്ക് കരുതണം. നല്ല കേടില്ലാത്ത ഒരു ഇളനീർ. ഈ ഇളനീർ ഭഗവാന്റെ നടക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുക. ചില ക്ഷേത്രങ്ങളിൽ ഇളനീർ അഭിഷേകത്തിന് രസീത് എഴുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ രസീത് എഴുതി സമർപ്പിക്കുക. അതല്ല, നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന ക്ഷേത്രമാണെങ്കിൽ തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് അത് ഭഗവാന് സമർപ്പിക്കാൻ പറയുക.
ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയാണ്. അന്ന് തന്നെ ഭഗവാന് ഒരു പ്രത്യേക പുഷ്പാഞ്ജലി കൂടി നടത്തണം. അതാണ് നീല ശംഖുപുഷ്പം കൊണ്ടുള്ള അഷ്ടോത്തര പുഷ്പാഞ്ജലി. സാധാരണ പുഷ്പാഞ്ജലി പോരാ, നീല ശംഖുപുഷ്പം തന്നെ വേണം. നീല ശംഖുപുഷ്പം ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് വെച്ച് അഷ്ടോത്തര അർച്ചന നടത്തുമ്പോൾ അതിന് വലിയ ഫലസിദ്ധിയുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്ക ക്ഷേത്രങ്ങളിലും നീല ശംഖുപുഷ്പം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് 1-2 ദിവസം മുൻപ് തന്നെ അവിടുത്തെ ശാന്തിക്കാരനോട് അഥവാ തിരുമേനിയോട് വിവരം പറയണം. തിരുമേനി, എനിക്ക് വരുന്ന തിങ്കളാഴ്ച നീല ശംഖുപുഷ്പം കൊണ്ട് ഒരു അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്തണം, അതിനുള്ള പൂവ് ഏർപ്പാടാക്കാമോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പൂവ് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുക. ഇത് മുൻകൂട്ടി ഏർപ്പാടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അന്ന് ചെന്നാൽ പൂവ് കിട്ടില്ല, വഴിപാട് മുടങ്ങും. അതുകൊണ്ട് ഇത് മറക്കരുത്. അപ്പോൾ 1-ാമത്തെ തിങ്കളാഴ്ച 1 വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിൽ പോകുക, 2 ഇളനീർ സമർപ്പിക്കുക, 3 നീല ശംഖുപുഷ്പം കൊണ്ട് അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്തുക. ഇനി ആ തിങ്കളാഴ്ച കഴിഞ്ഞാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ സാധാരണ പോലെ ജീവിക്കാം. വ്രതം തുടരേണ്ടതില്ല. പിന്നീട് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ വീണ്ടും വ്രതം തുടങ്ങുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം വ്രതം തുടങ്ങി തിങ്കളാഴ്ച രാവിലെ അതേ ശിവക്ഷേത്രത്തിൽ തന്നെ പോവുക. 2-ാമത്തെ തിങ്കളാഴ്ച ചെയ്യേണ്ടത് വേറെ 2 കാര്യങ്ങളാണ്. അന്ന് പോകുമ്പോൾ ഭഗവാന് ചാർത്താൻ ഒരു കൂവളമാല കൊണ്ടുപോകുക. കൂവളം ശിവന്റെ ജീവനാണ്. കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനൊപ്പം 2-ാമത്തെ തിങ്കളാഴ്ച നടത്തേണ്ട വഴിപാട് രുദ്രസൂക്ത പുഷ്പാഞ്ജലിയാണ്. രുദ്രസൂക്തം ജപിച്ചുകൊണ്ടുള്ള പുഷ്പാഞ്ജലി ഇത് വളരെ ശക്തമാണ്. ശിവനെ പ്രീതിപ്പെടുത്താൻ ഇതിലും വലിയ മന്ത്രമില്ല. അപ്പോൾ 2-ാമത്തെ തിങ്കളാഴ്ച 1 വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിൽ പോകുക, 2 കൂവളമാല സമർപ്പിക്കുക, 3 രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ഈ 2 തിങ്കളാഴ്ചകളിലെയും വഴിപാടുകൾക്ക് കൂടി നിങ്ങൾക്ക് അധികം പൈസയൊന്നും ചിലവാകില്ല. ഒരുപക്ഷെ 200 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഫലമെന്ന് പറയുന്നത് കോടികൾ കൊടുത്താലും കിട്ടാത്തതാണ്. ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും മുൻകൂട്ടി രസീതാക്കാവുന്നതാണ്. 1-ാമത്തെ ആഴ്ച ചെല്ലുമ്പോൾ തന്നെ അടുത്ത ആഴ്ചത്തേക്കുള്ളത് കൂടി ബുക്ക് ചെയ്തു വെക്കാം. നിങ്ങൾ ഏത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാണോ ഈ വഴിപാട് ചെയ്യുന്നത് അത് നടന്നിരിക്കും. 100 അല്ല 110% ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. കാരണം ഇത് എന്റെ അനുഭവമാണ്, ഇത് ചെയ്ത പലരുടെയും അനുഭവമാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ച കാര്യം ഭഗവാൻ കേൾക്കും. ആ തിരുമുമ്പിൽ വെച്ച് നിങ്ങൾ കണ്ണീരോടെ ചോദിച്ചാൽ ഭഗവാൻ അത് തരാതിരിക്കില്ല. എല്ലാം മംഗളമായി ഭവിക്കും. വിവാഹം നടക്കാൻ, ജോലി കിട്ടാൻ, രോഗം മാറാൻ, കടം തീരാൻ, വീട് പണിയാൻ, അങ്ങനെ ന്യായമായ ഏതാഗ്രഹവുമാകാം. ഭഗവാന് മുന്നിൽ അസാധ്യമായി ഒന്നുമില്ല. ഏതൊരുവനാണോ ഏതൊരുവളാണോ ഈ ഒരു കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ ഭക്തിയോടെ ചെയ്യുന്നത് അവർക്ക് അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും കിട്ടും.